അങ്ങനെ നമ്മൾ ഒരു വലിയ വീഡിയോ ഇട്ടിട്ട് ഒരുപാട് ദിവസമായി അല്ലേ? ഒത്തിരി ദിവസമായി. പുതിയ വീട്ടിൽ വന്നേ പിന്നെ വലിയ വീഡിയോ ഇട്ടില്ല അല്ലേ? അതെന്നാന്ന കാരണം? വൈഫൈ ഇല്ല. അത് പറഞ്ഞിട്ടുണ്ട്, അത് വരും. നെറ്റ് കുറവാ. വലിയ വീഡിയോ ഇടാൻ മാത്രം നെറ്റില്ല. അല്ലെങ്കിൽ ഇവിടെ നെറ്റില്ല കേട്ടോ, കുറവാ. പിന്നെ ഞാൻ അവിയൽ കഷ്ണം അരിയുക. ആദ്യം കറിയുടെ പറയാം, എന്നിട്ട് വീഡിയോ തുടങ്ങാം. മതിയോ? ഇത് അവിയൽ കഷ്ണം അരിയുക. മേടിച്ചോണ്ട് വന്നപ്പോൾ ഇല്ലേ, എല്ലാ കഷ്ണവും ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അതിനകത്ത് കഷ്ണങ്ങൾ പെറുക്കിയെടുത്തു. അവിയൽ വെക്കുന്നില്ലല്ലോ എന്നോർത്ത് അന്ന് തന്നെ. അപ്പം അതിനകത്ത് ക്യാരറ്റ് ഇല്ല, എനിക്കും ക്യാരറ്റ് ഇല്ല. ഞാൻ പിന്നെ ക്യാരറ്റ് ഇല്ലാതെ ഒരു ചെറിയ ഒരു അവിയൽ വെക്കാമല്ലോ എന്നോർത്ത്. അത് മതിയല്ലോ അല്ലേ? പിന്നെ പുതിയ വീട്ടിൽ വന്നപ്പോഴില്ലേ, നിങ്ങളെപ്പോലെ തന്നെ എനിക്കും ഇല്ലേ ഈ പരിസരവും വീടും അന്തരീക്ഷവും ഒക്കെ ഇഷ്ടപ്പെട്ട് വരണമെങ്കിൽ ഇല്ലേ താമസവും ഉണ്ട്. ഞാനും നിങ്ങളെപ്പോലെ തന്നെയാണ്. ആരെ ഇഷ്ടത്തിൽ നിൽക്കുക. എന്നാലും നിങ്ങൾ ഓർക്കും ചേച്ചിക്ക് അഹങ്കാരമാണ് വലിയ വീട് കിട്ടിയത് കൊണ്ടൊന്നും. അല്ല, 30 വർഷം നമ്മൾ സ്നേഹമായിട്ട് ഒരു സ്ഥലത്ത് താമസിച്ചില്ലേ. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വേറൊരു സ്ഥലത്ത് വന്നാൽ പെട്ടെന്ന് ഇഷ്ടപ്പെടാൻ പറ്റുമോ? എനിക്ക് പറ്റിയല്ലോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പറ്റുമോ? ഇല്ല. അതുകൊണ്ട് ഇഷ്ടപ്പെട്ട് വരുന്നതേ ഉള്ളൂ, നിങ്ങളെപ്പോലെ തന്നെ. പിന്നെ വീടിൻ്റെ പണി മൊത്തമായില്ല കേട്ടോ. ഇനി ഗ്രാനൈറ്റ് ഇടാനുണ്ട്, കുറച്ച് പൈപ്പ് പിടിപ്പിക്കാനുണ്ട്, പിന്നെ നല്ല പെയിന്റ് അടിക്കാനുണ്ട്, എമർഷൻ അടിക്കാനുണ്ട്. പിന്നെ അല്ലറ ചില്ലറ ഇച്ചിരി പണി ചെയ്യാനുണ്ട്. അതെല്ലാം കൂടെ കഴിയുമ്പോഴത്തേന് നമ്മുടെ വീടിൻ്റെ പണി പൂർത്തിയാകുള്ളൂ. അങ്ങനെ. പിന്നെ ഇന്നലെ സുമചേച്ചി കമൻ്റ് ഇട്ടായിരുന്നു കേട്ടോ, ചെറിയ വീഡിയോയ്ക്ക് കമൻ്റ് ഇടാൻ പറ്റുന്നില്ലെന്നും പറഞ്ഞുകൊണ്ട്. സുമചേച്ചി, തസ്ലിക്കൊച്ച് അവരൊന്നും ഇപ്പം കാണാനില്ല. വലിയ വീഡിയോ ഇടാത്ത കൊണ്ടായിരിക്കും ഇപ്പം അവരൊന്നും കാണാനില്ല. ആരും കമൻ്റ് ഇടാറില്ല. കുറച്ച് ചേച്ചിമാർ സ്ഥിരം കമൻ്റ് ഇടുന്നുണ്ട്. കുറച്ച് പേർക്ക് ഇടാൻ പറ്റുന്നില്ലെന്ന് കമൻ്റ് ബോക്സിൽ കമൻ്റ് ഇടാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. എന്നാണേലും സാരമില്ല കേട്ടോ, കമൻ്റ് ഇടാൻ പറ്റുമ്പോൾ കമൻ്റ് ഇടണേ. പിന്നെ ഈ അന്തരീക്ഷമൊക്കെ നല്ലതാണേ, പ്രകൃതി. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതെല്ലാം തോട്ടമാണ്, കൈത വെച്ചിരിക്കുക. കൈത, റബ്ബർ, തേക്ക്, അങ്ങനെയുള്ള മരങ്ങളാണ്. നല്ല തണുപ്പുണ്ട് കേട്ടോ, നല്ല തണുപ്പുള്ള പ്രദേശമാണ്. അന്നേരം കൈത വെച്ചിരിക്കുക നമ്മുടെ ഇതിൻ്റെ പുറകല്ല. അന്നേരം ഞാൻ വീഡിയോ കിട്ടുന്നുണ്ടോ നോക്കട്ടെ, ഓണാണോ നോക്കട്ടെ വീഡിയോ. ഓണാ. സംശയങ്ങളാ, അല്ല പിന്നെ എടുക്കണ്ടേ, ഇതുപോലെ സമയവും ഇല്ല. അന്നേരം അരി തീയലിട്ടു, അരിയെ തീയലിട്ടു. ഇനി കറി വെക്കണം. കറി വെക്കാനെന്ന് പറഞ്ഞാലേ പോത്തിറച്ചി ഇരിപ്പുണ്ട്. ഇനി അവിയൽ വെക്കണം. അവിയലും വെച്ച് വേറെ എന്തെങ്കിലും ഒരു ചെറിയൊരു കറിയും കൂടെ വെക്കണം, പച്ചക്കറി. എനിക്ക് രാമൂരത്തായിരുന്നു ഇഷ്ടം, ആദ്യത്തെ വീട്ടിലായിരുന്നു ഇഷ്ടം. പെട്ടെന്ന് വീഡിയോയും എടുക്കാം, വർത്താനവും പറയാം, ഒക്കെ ചെയ്യാം. പെട്ടെന്ന് കാര്യങ്ങൾ നടക്കും. ഇവിടെ വന്നപ്പോഴത്തേനും താമസമാണ് എല്ലാം ചെയ്യാൻ. നമുക്കറിയത്തില്ലല്ലോ, പരിചയപ്പെട്ട് വരണ്ടേ. അതുകൊണ്ട് കോവയ്ക്ക പഴുത്തു പോയി. അത് സാരമില്ലല്ലേ, അങ്ങനെങ്ങാനും കിടക്കട്ടെ. അവിയൽ കഷ്ണം മേടിച്ചിട്ട് ഇന്ന് 4 ദിവസമായി. പിന്നെ കോവയ്ക്ക പഴുക്കാതിരിക്കുമോ? അങ്ങനെ നേരമില്ലേ. വലിയ വീഡിയോ ഞാൻ പറ്റുന്നത്ര ഞാൻ ഇട്ട് തരുവേ. പിന്നെ ഇന്ന് വൈഫൈ പറഞ്ഞിട്ടുണ്ട്, കൊണ്ടുവരുമായിരിക്കും അവർ. കേബിളുകാരാണ് ഇവിടെ വൈഫൈ തരുന്നത്, ഇന്ന് കൊണ്ടുവരുമായിരിക്കും.
പിന്നെ പിള്ളേരെല്ലാം വന്നു കേട്ടോ, പുതിയ വീട്ടിൽ വന്നിട്ട് പോയി, പിള്ളേരെല്ലാം പോയി. പിന്നെ പിന്നെ ചേച്ചിമാര് നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷം എന്ന് പറയണേ, പറയുമോ? അല്ലെങ്കിലും വലിയ വീഡിയോയിൽ പറയണം നിങ്ങൾക്ക് എന്നാണ്ട് വിശേഷം എന്നൊക്കെ. ഞാൻ ഈ അന്തരീക്ഷമൊക്കെ ആയിട്ടൊന്ന് പൊരുത്തപ്പെടാനായിട്ട് എനിക്ക്, പിന്നെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് എനിക്ക് വിഷമമില്ല കേട്ടോ. ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നത് തന്നെ നിങ്ങളെ ഒന്ന് കാണാം, ഒരു വീഡിയോ ഇട്ട് തരാം എന്നൊക്കെ ഓർത്താണ് ഞാൻ എഴുന്നേൽക്കുന്നത്. അതുകൊണ്ട് എനിക്ക് സമയം പോക്കും ഉണ്ട്, കാണുകയും ചെയ്യാം നിങ്ങളെ. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ട്, അത് പറയാം. ഞാൻ ആദ്യം നിങ്ങളോട് ഇച്ചിരി വർത്താനം പറയട്ടെ, അത് കഴിഞ്ഞ് പ്രധാനപ്പെട്ട ഭാഗം പറയാം. പിന്നെ തസ്ലി കൊച്ചൊക്കെ കമൻ്റ് ഇടണേ, എല്ലാം ശരിയാക്കി കഴിഞ്ഞ് എല്ലാവരും കമൻ്റ് ഇടണം കേട്ടോ. പിന്നെ നിങ്ങൾക്ക് എന്നാ അറിയെന്ന് പറയണേ. പിന്നെ വീടിൻ്റെ കാര്യം അത്രയൊക്കെ ഉള്ളൂ, ബാക്കി പണി കിടപ്പുണ്ട്. പിന്നെ ഇവിടെ അല്ല എനിക്കൊന്ന് ഇഷ്ടപ്പെട്ട് വരണം, അതെന്ന് വരും, അതാ. പിന്നെ ഞാനേ ഇന്ന് എന്നാ കാപ്പിക്കൊന്നും ഓർക്കുക, കാപ്പിക്കൊന്നും ഉണ്ടാക്കിയില്ല. കാപ്പിക്കുണ്ടാക്കാൻ ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. അടയായിരിക്കും മിക്കവാറും. പിന്നെ ഇതുകൊണ്ടോ പടവലങ്ങ മേടിച്ചപ്പോൾ ഇല്ലേ, മൂത്ത് പോയി. കിറ്റ് മേടിച്ചതാ, സാമ്പാർ കിറ്റും അവിയൽ കിറ്റും, അങ്ങനെ തൂക്കി മേടിച്ചതല്ല, കിറ്റ് അങ്ങനെ മേടിച്ചു. എല്ലാ കൂട്ടം ഉണ്ടായിരുന്നു, ഞാൻ എടുത്തതാ. അന്നേരം ഇന്ന് അവിയൽ വെക്കാം. പിന്നെ നിങ്ങളുടെ വിശേഷങ്ങൾ പറയണേ. ഞാൻ എപ്പോഴും ഇത് പറയുന്ന എന്നാന്നോ, പുതിയ വീട്ടിൽ വന്നപ്പോൾ എനിക്ക് എന്നാ പറയണ്ടേന്ന് അറിയത്തില്ല. പിന്നെ വലിയ വീഡിയോ ഇട്ടില്ലെങ്കിൽ അതും ഒരു വിഷമം. വലിയ വീഡിയോ അന്നേരം ഇന്ന് വൈഫൈ കിട്ടും, അന്നേരം വലിയ വീഡിയോ ഇടാലോ എന്ന് ഓർത്താ. പിന്നെ ഇല്ല, യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടാറായില്ല കേട്ടോ. ഡോളർ കയറുന്നുണ്ട്, കിട്ടാറായില്ല. കിട്ടുമ്പോൾ ഞാൻ പറയാം. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയാൻ, ഞാൻ പറഞ്ഞില്ല പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാനുണ്ടെന്ന്, അത് പറയട്ടെ. എൻ്റെ ചാനലില്ലേ വ്യൂസ് കുറവാണ്, അത് നിങ്ങൾക്ക് അറിയാമല്ലോ. എൻ്റെ ചാനൽ നശിക്കാറായി. അന്നേരം ഞാനൊരു പുതിയ ചാനൽ തുടങ്ങിയ ലതാ സിബി എന്ന് എൻ്റെ സ്വന്തം പേരിൽ. ഞാൻ പേര് വേറെ ഇട്ടില്ല, പേര് വേറെ ഇടാൻ പേടി എനിക്ക്. കാരണം ആ പേരിൽ വേറെ ചാനലുകാരുണ്ടെങ്കിൽ ഇല്ലേ, നമ്മുടെ ചാനൽ റീച്ച് ആവുമ്പോൾ അവരത് തടസ്സപ്പെടുത്തും. അതുകൊണ്ട് എനിക്ക് വേറെ പേരിടാൻ പേടിയാ. ഞാൻ അതുകൊണ്ട് ലതാ സിബി എന്ന് തന്നെ എൻ്റെ സ്വന്തം പേരിൽ ഒരു ചാനൽ ഞാൻ തുടങ്ങി. അതുകൊണ്ട് അത് നിങ്ങളോട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വലിയ വീഡിയോയ്ക്കകത്ത് പറഞ്ഞായിരുന്നു, ചേച്ചി ഒരു ചാനൽ തുടങ്ങുമെന്ന് പറഞ്ഞായിരുന്നു. നിങ്ങളത് ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. ഓർക്കുന്നുണ്ട്, എല്ലാവരും ഓർക്കുന്നുണ്ട്. ഞാൻ വ്യക്തമായിട്ടാണ് പറഞ്ഞത്, കറക്റ്റായിട്ട് ഒരു ചാനലും കൂടെ തുടങ്ങണം എന്ന്. അന്നേരമില്ലേ, പുതിയ ചാനലിനകത്തില്ലേ വീഡിയോ ഇട്ട് കൊടുക്കണം, 2 വീഡിയോ ഇട്ട് കൊടുക്കണം. പിന്നെ നാരങ്ങ മിഠായി ഇല്ല നമ്മുടെ ചാനലിനകത്ത് 2 വീഡിയോ ഇട്ട് കൊടുക്കണം നമ്മുടെ ചാനലിനകത്ത്. അന്നേരം ഇല്ലേ, പുതിയ ചാനൽ തുടങ്ങിയത് എനിക്ക് നിങ്ങൾക്ക് അതെങ്ങനെ എത്തിക്കണ്ടേന്ന് അറിയത്തില്ല. മോള് വരണം, പുതിയ ചാനലിൻ്റെ ലിങ്ക് തരാൻ മോള് വരണം. എനിക്കങ്ങനെ അത് ഇട്ട് തരുന്നതെന്ന് അറിയത്തില്ല, അതാ ഞാൻ തരാത്തത്. മോള് വരുമ്പോൾ നിങ്ങൾക്ക് പുതിയ ചാനലിൻ്റെ ലിങ്ക് തരാം. അതിനകത്തും ഇതൊക്കെ തന്നെ ഉള്ളൂ, കറിവെപ്പ്, അരിച്ചൽ, കറി, ഇതൊക്കെയേ ഉള്ളൂ അതിനകത്തും. പ്രത്യേകിച്ചൊന്നുമില്ല, എല്ലാം ഇതുപോലെ തന്നെയുള്ളൂ. ഇത് നാരങ്ങ മിഠായി എങ്ങനെയാണോ അതുപോലെ തന്നെ ആ ചാനലും. അന്നേരം ഇല്ലേ, എനിക്ക് സബ്സ്ക്രൈബ് ആകുന്നതേ ഉള്ളൂ. അന്നേരം എനിക്കറിയായിരുന്നു എൻ്റെ ചാനൽ നിങ്ങൾ കാണാൻ തുടങ്ങുകയാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് കൂടുമെന്നറിയാം. പക്ഷേ നിങ്ങളിൽ എത്തിക്കാൻ നോക്കിയിട്ട് എനിക്കറിയത്തില്ലത്, എത്തിക്കാൻ നോക്കിയിട്ട്. അന്നേരം അങ്ങനെ പുതിയ ചാനൽ
അങ്ങനെ അന്നേരം ഞാൻ ചാനലിന്റെ കാര്യം പറഞ്ഞായിരുന്നു. ഇനി പറഞ്ഞില്ല ചേച്ചി എന്നാ പറയാത്തേന്ന് പറഞ്ഞേക്കുള്ളൂ. ഞാൻ പറഞ്ഞു, ഞാൻ എല്ലാ കാര്യവും പറഞ്ഞു നിങ്ങളോട്. പറഞ്ഞില്ലേ? ഓർക്കുന്നുള്ളൂ. എൻ്റെ പുതിയ ചാനൽ പെട്ടെന്ന് റീച്ച് ആവുള്ളൂ. അന്നേരം നാരങ്ങാമിഠായി എന്നുള്ള ചാനൽ നഷ്ടപ്പെട്ടാലും നിങ്ങളെ കാണാൻ തന്നെ ഞാൻ പുതിയ ചാനൽ തുടങ്ങിയത്. എനിക്കിനി നിങ്ങളെ കാണാതെ സംസാരിക്കാതെ ഇരിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പുതിയ ചാനൽ തുടങ്ങിയത്. അതുകൊണ്ട് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ കേട്ടോ. അതും ഇതുപോലെ തന്നെ കഞ്ഞിയും കറിയും തന്നെ. കഞ്ഞി കറി വർത്താനം പറയുന്ന വീഡിയോ ഒക്കെ എല്ലാം വാടിപ്പോയി. അന്ന് തന്നെ എടുക്കാത്ത കൊണ്ട്. കത്തിക്ക് മൂർച്ചയൊന്നും ഇല്ല. ഇന്ന് ഇത് കത്തിയുടെ മൂർച്ച പോയി. മൂർച്ച കൂട്ടണം. ഇനി ഈ ടൈല് കഷ്ണം ഇല്ലേ, ടൈലിന്റെ അങ്ങനത്തെ ടൈല് കഷ്ണത്തിലിട്ട് ഉണ്ടാക്കിയ മൂർച്ച വരുമെന്നാ എൻ്റെ ചേച്ചി പറഞ്ഞ. അതൊന്ന് ചെയ്യണം. എനിക്ക് അവിയൽ വലിയ ഇഷ്ടമൊന്നുമില്ല. എനിക്ക് സാമ്പാർ ഒഴിച്ച് ചോറുണ്ണുന്നത് ഇഷ്ടം. അവിയൽ വലിയ ഇഷ്ടമൊന്നുമില്ല. ഞാൻ പിന്നെ സിവിക്ക് ഇഷ്ടം അവിയൽ. എന്നാൽ ഇച്ചിരി വെക്കുവാണെങ്കിൽ നമ്മുടെ ജോലി തീർന്നല്ലോ. കറിയൊക്കെ ഇരിപ്പുണ്ട്. അങ്ങനെ പിന്നെ പിള്ളേരെല്ലാം വന്നു. ഇവിടെ 2 ആഴ്ച പിള്ളേർ നിന്നു. അത് കഴിഞ്ഞ് പിള്ളേർ പോയി. പിന്നെ നമുക്ക് വിറകിന് ബുദ്ധിമുട്ടാണ്. ഈ വർക്ക്ഷോപ്പിലില്ല, തടി വർക്ക്ഷോപ്പ്. അങ്ങനെ തടി വർക്ക്ഷോപ്പിൽ നിന്ന് വിറക് കൊണ്ടുവരും. സ്നേഹമുള്ളവരാട്ടോ, അറിയുന്നവരാ നമ്മളെ. അന്നേരം അവര് നമുക്ക് വിറക് തരും. അങ്ങനെ തരും. അങ്ങനെയൊക്കെ തന്ന് വിറക് നമ്മൾ കത്തിക്കുന്ന. ചോറും വെക്കും, കപ്പയും വെക്കും വിറകല്. ഭയങ്കര കരിയാ. അയ്യോ, കരിക്കലം കാണണം, നിങ്ങൾ പേടിച്ചു പോവും. അത്രയും കരിയാ. ഭയങ്കര പാടാ തേക്കാൻ. പിന്നില്ലേ, ചാരവും സോപ്പ് പൊടിയും കുഴച്ചിട്ടില്ലേ പാത്രം തേക്കും. അന്നേരം പെട്ടെന്ന് വെളുക്കും. അങ്ങനെ പാത്രം തേക്കണം. അന്നേരം പെട്ടെന്ന് പാത്രം വെളുക്കും. അങ്ങനെ നിങ്ങൾ എന്നായിട്ടാ കരിപ്പാത്രം കഴുകുന്നത് പറയണേ. എല്ലാ കാര്യവും പറയണം. ഞാൻ ചുമ്മാ പറയണമെന്നും പറഞ്ഞോണ്ട് ഇന്നെല്ലാ കാര്യവും പറഞ്ഞാലേ നാളെ ഞാൻ വലിയ വീഡിയോ ഇട്ട് തരത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഞാനിടത്തില്ല. പിന്നെ ഇവിടുത്തെ കാര്യങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ. നമ്മൾ താമസിച്ചു, വെഞ്ചിരിപ്പ് കഴിഞ്ഞ് താമസിച്ചു, പള്ളിയിൽ പോയി, പിള്ളേര് വന്ന് 2 ആഴ്ച നിന്നു. പിന്നെ നമ്മൾ സാധാരണ പോലെ നമ്മൾ കഴിയുന്നു. കടയിലൊന്നും പോയില്ല കേട്ടോ. പുറത്തേക്ക് പോയില്ല നമ്മൾ. എവിടെയാ കട ഒന്നും നമുക്കറിയത്തില്ല. എല്ലാം കണ്ടുപിടിക്കണം. അങ്ങനെ ബാങ്കിൽ പോകാനുണ്ട്. ബാങ്ക് എവിടെയാന്നൊക്കെ കണ്ടുപിടിക്കണം. ബാങ്കിൽ പോകാനുണ്ട്. അങ്ങനെയൊക്കെ ഉണ്ട്. ഓരോരോ കാര്യങ്ങളുണ്ട്. ഒരുപാട് കാര്യങ്ങളുണ്ട്. ആ അവിയൽ കഷ്ണത്തിനകത്ത് തന്ന സാധനങ്ങളെല്ലാം നല്ലതായിരുന്നേ. പക്ഷെ ഞാൻ അതിൻ്റെ ക്യാരറ്റൊക്കെ പെറുക്കി. ഇനിയിപ്പോൾ കുറച്ച് കഷ്ണങ്ങളേ ഉള്ളൂ. അത് മതി. ചെറിയൊരു അവിയൽ മതി, വലുതല്ല, ചെറിയ അവിയൽ. അയ്യോ, പിന്നെ ഞാൻ ഇന്നലെ ഇല്ലേ ഒരു വീഡിയോ ഇല്ലേ 3 മിനിറ്റേ ഉള്ളായിരുന്നു. അത് വലിയ വീഡിയോ ആക്കി ഇട്ടപ്പോൾ ഇല്ലേ ആ ഷോർട്ടായിട്ട് വന്നു. എന്നാന്നറിയത്തില്ല, ഷോർട്ട് വീഡിയോ ആയിട്ട് വന്നു. മതിയല്ലേ അരിഞ്ഞത്? ഇത്രയും പോരെ? അത്ര മതി. പിന്നെ 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 ഇനിയല്ല ഞാൻ പറയണ്ടേ. വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞു, എല്ലാം പറഞ്ഞു. ഇനി ഒന്നും പറയാനൊന്നുമില്ല. അയ്യോ, നിങ്ങളെല്ലാരും മാങ്ങാച്ചാറിട്ടോ, മാങ്ങാപ്പഴം തിന്നോ. മാങ്ങാപ്പഴം തിന്നാറായില്ലല്ലേ? മാങ്ങാപ്പഴം തിന്നാറായോ? ഇല്ല. പുറത്തോട്ട് പോയില്ല മാങ്ങാപ്പഴം മേടിക്കാൻ. പക്ഷെ ഈ കൊല്ലം ഒത്തിരി മാങ്ങ ഉണ്ട്.
അല്ലേ? മാങ്ങയുണ്ട്, ചക്കയുണ്ട്, ചക്കക്കുരു ഉണ്ട്. ഞങ്ങൾക്ക് ചക്കക്കുരു കിട്ടിയില്ല. ഏറ്റവും ഇഷ്ടമുള്ള ഒരു വസ്തുവായിരുന്നു ചക്കക്കുരു, അത് കിട്ടിയില്ല. അങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ പിന്നെ ഇല്ലേ, എന്നതാണോ ഞാൻ എപ്പോഴും പിന്നെ എന്ന് പറഞ്ഞിട്ട് എന്നെ പിള്ളേരെല്ലാം കളിയാക്കാം. ചേച്ചി പറഞ്ഞ കാര്യം തന്നെയും പിന്നെയും പറഞ്ഞു. സത്യം പറഞ്ഞാൽ അത് ശരിയല്ല. തന്നെയും പിന്നെയും ഞാനല്ലേ പറയുന്നത്, അല്ലേ? അയ്യോ, ഈ കറി അടുപ്പത്ത് വെച്ചിട്ടില്ലേ, അവിയല് അടുപ്പത്ത് വെച്ചിട്ടില്ലേ, പോത്തിറച്ചിയെല്ലാം ഒന്ന് ചൂടാക്കണം. അപ്പുറത്ത് വീടൊക്കെ ഉണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് മൊത്തം 8 അയൽവക്കക്കാരുണ്ട്. 8 പേരുണ്ട്. എല്ലാരും മിണ്ടാൻ വരും. ചേച്ചിയുടെ പേരെന്നാന്നൊക്കെ പറഞ്ഞോണ്ട് എല്ലാരും മിണ്ടാൻ വരും. ഞാനും മിണ്ടും എല്ലാരോടും. അന്നേരം ഇല്ലേ, ഞാന് കറി വെക്കട്ടെ കറി അവിയല് വെക്കാം. അവിയല് വെക്കും. ഇന്നത്തെ പ്രതികരണം അറിഞ്ഞിട്ട് നാളെ ഞാൻ വീഡിയോ ഇടും. നാളെ എന്നാ